നമസ്കാരം. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും പട്ടിണിയിൽ നിന്ന് കൊടും ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറണമെങ്കിൽ ഇന്ത്യയുടെ അരി വേണം. ആ ഒരു ഗതികേടിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരണകൂടം. 50,000 ടൺ അരി ഇന്ത്യയോട് ചോദിച്ച് കൈകൂപ്പുകയാണ് ബംഗ്ലാദേശിന്റെ ഭരണാധികാരി മുഹമ്മദ് യൂനിസ്. ഇന്ത്യ 50,000 ടൺ അരി തന്ന് സഹായിക്കണം, ഇല്ലെങ്കിൽ കൊടും പട്ടിണിയിലേക്ക്, കൊടും ദാരിദ്ര്യത്തിലേക്ക് ബംഗ്ലാദേശ് കൂപ്പുകുത്തുമെന്നാണ് ബംഗ്ലാദേശിന്റെ ഭരണകൂടം ഇപ്പോൾ പറയുന്നത്. ഇന്ത്യയിലെ അരിമില്ലുകളിൽ നിന്ന് ടണ്ണിന് $377.55 നിരക്കിൽ 50,000 ടൺ അരി വാങ്ങാനുള്ള കരാറിന് ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ അനുമതി തേടിയിരിക്കുകയാണ് ബംഗ്ലാദേശ്. ഒരു ഭാഗത്ത് ഇന്ത്യയെ കീറി മുറിക്കാനുള്ള ശ്രമങ്ങൾ, ഇന്ത്യക്കെതിരെ ഘോരഘോരമായ പ്രസംഗങ്ങൾ, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ, മറുഭാഗത്ത് ഇന്ത്യക്ക് മുന്നിൽ കൈകൂപ്പി യാചിച്ച് ആഹാരത്തിന് വേണ്ടിയുള്ള കൈകൂപ്പൽ. ഇത് ഇപ്പോഴല്ല, ഇതിനു മുൻപും ബംഗ്ലാദേശിന്റെ സ്വഭാവം ഇത് തന്നെയായിരുന്നു. ഷേഖ് ഹസീന ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അല്ലെങ്കിൽ ആ പാർട്ടി അവിടെ മേധാവിത്വം ഉറപ്പിച്ചതിന് ശേഷം വലിയ ജനകീയ കലാപവും ഹിന്ദുവേട്ടയും ന്യൂനപക്ഷ വേട്ടയും ബംഗ്ലാദേശിലുണ്ടായിരുന്നു. അന്ന് ഷേഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ വലിയ വെല്ലുവിളിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ നടത്തിയത്. അപ്പോഴും ഈ പ്രകോപനത്തിന് ഇന്ത്യ മറുപടിയൊന്നും പറഞ്ഞില്ല. ഒടുവിൽ ഹിന്ദു വംശഹത്യ തുടർന്ന ഘട്ടത്തിൽ ഇന്ത്യ പറഞ്ഞു, ഇത് നിർത്തിക്കോളൂ, ഹിന്ദു വംശഹത്യ ഇനിയും തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും, നിങ്ങളെ അതിശക്തമായ രീതിയിൽ നിങ്ങൾക്ക് മറുപടി നൽകാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെയാണ് ആ ഹിന്ദു വംശഹത്യ ബംഗ്ലാദേശിൽ താൽക്കാലികമായി അവസാനിച്ചത്. അതിന് പിന്നാലെ, അതായത് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യയിൽ നിന്ന് 50,000 ടൺ അരി ചോദിച്ച് ബംഗ്ലാദേശ് ഇന്ത്യക്ക് മുന്നിൽ കൈകൂപ്പി യാചിച്ചിരുന്നു. അന്ന് ഇന്ത്യ അരി നൽകി. അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ത്യയുടെ നിലപാടുകൾക്കെതിരെ ഇന്ത്യക്കുള്ളിൽ തന്നെ ഉയർന്നു. എന്തിനാണ് ഇന്ത്യയുടെ ഈ ശത്രുവിന്, അല്ലെങ്കിൽ ഇന്ത്യയെ ശത്രുവായി കാണുന്ന, ഇന്ത്യയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ദുഷ്മനസ്സുകൾക്ക് എന്തിനാണ് നമ്മൾ ആഹാരം കൊടുക്കുന്നത്? അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, ബംഗ്ലാദേശിലെ ഭരണാധികാരികളുടെ മനസ്സിലാണ് ഇന്ത്യയോടുള്ള വെറുപ്പും വിരോധവും ഒക്കെ ഉള്ളത്. അവിടെയുള്ള സാധാരണക്കാർ എന്തു പിഴച്ചു? അവർക്ക് പട്ടിണിയാണ്. അവർ മുഴുപട്ടിണിയിലേക്ക് പോകും. ഇന്ത്യ ഈ ഭക്ഷ്യധാന്യങ്ങളുടെ സഹായം നൽകിയില്ലെങ്കിൽ അവർ വലിയ പട്ടിണിയിലേക്ക് പോകും, കൊടും ദാരിദ്ര്യത്തിലേക്ക് പോകും. അപ്പോൾ വിശക്കുന്ന വയറിന്റെ വേദന ഇന്ത്യ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ അന്ന് ആ അരി നൽകി സഹായിച്ചു. ഇപ്പോൾ ഇതാ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഇന്ത്യക്കെതിരെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ, പാകിസ്ഥാനുമായി ചേർന്ന് ഇന്ത്യക്കെതിരെയുള്ള കരുനീക്കങ്ങൾ, ഇന്ത്യയുടെ അതിർത്തികളിൽ പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഒക്കെ ഒരു ഭാഗത്ത് നടത്തുമ്പോഴും ഇന്ത്യക്ക് മുന്നിൽ വിശപ്പിന്റെ വിളികൊണ്ട് ഇന്ത്യക്ക് മുന്നിൽ 50,000 ടൺ അരിക്ക് വേണ്ടി കൈകൂപ്പുകയാണ്, ബസ്മതി അരിക്ക് വേണ്ടി കൈകൂപ്പുകയാണ് ബംഗ്ലാദേശ് നേതൃത്വം. സംഘർഷങ്ങൾക്കിടയിലാണ് ബംഗ്ലാദേശിന്റെ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഒരു പ്രധാനപ്പെട്ട തീരുമാനം കൈക്കൊണ്ടത്. ബംഗ്ലാദേശിലെ സംഭരണത്തിനായുള്ള ഉപദേശക സമിതിയുടെ തീരുമാനപ്രകാരം യൂനിസ് സർക്കാർ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും 1,00,000 ടൺ അരി സമാഹരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ MS പട്ടാഭി അഗ്രോ ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് ടണ്ണിന് $355.77 നിരക്കിൽ 50,000 ടൺ അരി വാങ്ങാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഇതിന് ഇന്ത്യ ഗവൺമെന്റിന്റെ അനുമതി ആവശ്യമുണ്ട്. ഇന്ത്യക്കെതിരെയുള്ള വലിയ പ്രതികരണത്തിന്റെ, അതുമാത്രമല്ല പ്രകോപനത്തിന്റെ ഭാഗമായി ബംഗ്ലാദേശിലേക്കുള്ള വൈദ്യുതി ബന്ധം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്ത്യ വിച്ഛേദിച്ചിരുന്നു. ബംഗ്ലാദേശ് പട്ടിണിയിലേക്ക് മാത്രമല്ല, ഇന്ത്യ ആഹാരം നൽകിയില്ലെങ്കിൽ, ഇന്ത്യ വൈദ്യുതി നൽകിയില്ലെങ്കിൽ ബംഗ്ലാദേശ് ഇരുട്ടിലേക്കും കൊടിയ ദാരിദ്ര്യത്തിലേക്കും കൂപ്പുകൊത്തുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യയുടെ സഹായത്തിനായി, ഇന്ത്യയുടെ അന്നത്തിനായി ഇന്ത്യക്ക് മുന്നിൽ യാചിക്കുമ്പോഴും ഉള്ളിൽ ഇന്ത്യയോടുള്ള വെറുപ്പും ഇന്ത്യയോടുള്ള വിരോധവും ന്യൂനപക്ഷ വേട്ടയും അതുപോലെ മാത്രമല്ല കടുത്ത മുസ്ലിം മത വികാരവുമാണ് ബംഗ്ലാദേശിലെ ഭരണകൂടത്തിന്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ കാര്യം തന്നെയാണ്.